السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين، أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولتلامذتنا ولشركائنا ولمصنف هذا الكتاب ولشراحه ولمحشيه ولجميع علماء الدين. اللهم انفعنا بهم وبعلومهم وأسرارهم وبركاتهم في الدارين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. പ്രിയ സഹോദരങ്ങളെ, ജമാഅത്തിന്റെ ബാബ് തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ നമ്മൾ. ഇനി ജമാഅത്തുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക കാര്യമാണ് പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വബിഹി നസ്തഈൻ. വതുസന്നു ഇആദത്തുൽ മക്തൂബത്തി. പലപ്പോഴും പല മുസന്നിഫീങ്ങളും ഇത് ഒരു സ്വന്തം ബാബായിട്ട് തന്നെയാണ് പറയല്. പൊതുവെ ജമാഅത്തിന്റെ ബാബിൽ പെടുത്താതെ ഫർള് നിസ്കാരത്തെ മടക്കി നിസ്കരിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു സ്വന്തം ബാബാണ് പറയാറ്. എന്നാൽ ജമാഅത്തുമായി ഈ വിഷയത്തിന് പ്രത്യേക ബന്ധമുള്ളത് കൊണ്ടായിരിക്കാം മഹാനായ മഖ്ദൂം തങ്ങൾ അവർകള് റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവർകള് ജമാഅത്ത് പറഞ്ഞപ്പോ ആ കൂട്ടത്തിൽ തന്നെ ഉൾപ്പെടുത്തി പറഞ്ഞു പോവുകയാണ് ചെയ്തത്. അഥവാ ഒരു പ്രാവശ്യം ജമാഅത്തായി നിസ്കരിച്ച ഒരു ഫർള് നിസ്കാരം, 5 വഖ്ത് ഫർള് നിസ്കാരങ്ങളിൽപ്പെട്ട ഒരു ഫർള് നിസ്കാരം ഒരു പ്രാവശ്യം ജമാഅത്തായിട്ടോ ഒറ്റക്കോ നിസ്കരിച്ചു കഴിഞ്ഞതിന് ശേഷം അതേ നിസ്കാരം ആദ്യം നിസ്കരിച്ചതിന് യാതൊരു വൈകല്യവും ഇല്ല, പോരായ്മയില്ല. എന്നിട്ടും അതേ ഫർള് നിസ്കാരം രണ്ടാമതൊരിക്കൽ വഖത്ത് ഖളാ എന്നതിന് മുമ്പായി ആവർത്തിച്ച് നിസ്കരിക്കുന്നു. ഇതിനാണ് ഇആദത്ത് എന്ന് പറയാം. ഇങ്ങനെ ഒരു പ്രാവശ്യം ജമാഅത്തായി കൊണ്ട് മടക്കി നിസ്കരിക്കൽ സുന്നത്താണ്. അപ്പൊ അതിന് ചില ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, അതൊന്നും പറഞ്ഞിട്ടില്ല. ചുരുക്കി 3 ഷർത്തുകൾ മാത്രമാണ് പറഞ്ഞത്. മഹാന്മാരായ ഇമാമിങ്ങൾ 8 ഷർത്ത് വരെ എണ്ണി വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഇആദത്തുൽ മക്തൂബത്തി, 5 വഖ്ത് ഫർള് നിസ്കാരങ്ങളെ ആവർത്തിച്ച് നിസ്കരിക്കൽ സുന്നത്താക്കപ്പെടും. പക്ഷേ ഇങ്ങനെ ആവർത്തിച്ച് നിസ്കരിക്കൽ സുന്നത്താക്കണമെങ്കിൽ എന്താ വേണം? ബിശർത്തി അന്തക്കൂന, ഈ ആദത്ത് ഈ മടക്കി നിസ്കരിക്കൽ ആയിക്കൊള്ളണം എന്ന ഷർത്തുണ്ട്. എവിടെ ആയിരിക്കണമെന്ന്? ഫിൽ വഖ്തി, ആ ഫർദ് നിസ്കാരത്തിന്റെ അദാ ആയ വഖത്തിൽ തന്നെ ആയിരിക്കണം. ഖളായി കഴിഞ്ഞാൽ പിന്നെ ആദത്ത് പാടില്ല. അപ്പൊ അത് ഷർത്ത. ഉദാഹരണം, ളുഹ്ർ ബാങ്ക് വിളിച്ച ഉടനെ ഒരു ജമാഅത്ത് കിട്ടി, അപ്പൊ ആ കൂടി ളുഹ്ർ നിസ്കരിച്ചു. ളുഹ്ർ നിസ്കരിച്ച് കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോ പിന്നെ വേറെ വലിയൊരു ജമാഅത്ത് നടക്കുന്നതാണ്, അതേ ളുഹ്ർ തന്നെ. എന്നാൽ ആ ജമാഅത്തിൽ കൂടിയിട്ട് രണ്ടാമത് ഇതേ ളുഹ്ർ തന്നെ ഒന്നുകൂടി നിസ്കരിക്കാം. അപ്പൊ ആദ്യം ഒറ്റക്ക് നിസ്കരിച്ചാലും ഇങ്ങനെ രണ്ടാമത് മടക്കി നിസ്കരിക്കാം, ആദ്യം ജമാഅത്തായിട്ട് നിസ്കരിച്ചാലും മടക്കി നിസ്കരിക്കാം. പക്ഷെ രണ്ടാമത് ജമാഅത്ത് ആവണം എന്ന് ഷർത്ത. രണ്ടാമത്തെ ഒറ്റക്ക് നിസ്കരിക്കാൻ പറ്റൂല. അതുപോലെ തന്നെ ആദ്യം ജമാഅത്തായിട്ട് നിസ്കരിച്ചൊക്കെ ആണെങ്കിൽ പോലും രണ്ടാമതും ജമാഅത്തായിട്ട് മടക്കി നിസ്കരിക്കാം. ആദ്യത്തേൽ കുറെ ആളുണ്ട്, രണ്ടാമത്തേൽ ഒരു ഇമാമും മാമും ഉള്ളൂ, എന്നാലും കുഴപ്പമൊന്നുമില്ല. അല്ലാതെ ആദ്യത്തെ ജമാഅത്തിനേക്കാൾ കൂടുതൽ ആളുള്ളത് കൊണ്ട് രണ്ടാമത് മടക്കി നിസ്കരിക്കാനൊന്നും അർത്ഥമില്ല. ഉദാഹരണം, ഹറമിൽ വെച്ചിട്ടാണ് 10,000 സംബന്ധിക്കുന്ന ജമാഅത്ത. ആ ജമാഅത്ത് നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരാള് നമ്മളൊരു സുഹൃത്ത് കയറി വരുന്നു, പോക്ക് ജമാഅത്ത് കഴിഞ്ഞു, അയാൾക്ക് കൂടെ നിസ്കരിക്കാൻ ആരും കിട്ടിയില്ല. അപ്പൊ അയാൾക്ക് കൂടെ നിന്ന് നിസ്കരിച്ചു കൊടുക്കുന്നു. അപ്പൊ ആദ്യം 10,000 നിസ്കരിച്ച ജമാഅത്താണ്,
രണ്ടാമത് ഇയാളും ഈ മറ്റേ ആള് രണ്ടാള് മാത്രമേ ഉള്ളൂ. അങ്ങനെയും പറ്റും. അപ്പൊ ആദ്യം മൗമൂമായി നിസ്കരിച്ച ആള് രണ്ടാമത്തെ ഇമാമായിട്ട് നിസ്കരിക്കണമെന്നും കുഴപ്പമില്ല. ആദ്യത്തിൽ മൗമൂമായി നിസ്കരിച്ച ആള് രണ്ടാമത്തെ ഇമാമാവാം, ആദ്യത്തെ ഇമാമായ ആൾക്ക് രണ്ടാമത്തെ മൗമൂമാകാം, ഒക്കെ ചെയ്യാം. അതൊന്നും കുഴപ്പമില്ല. പക്ഷെ രണ്ടാമത്തേല് ജമാഅത്ത് വേണം എന്നും അത് അതാ ആയിരിക്കണം എന്നതുമാണ് ഷർത്ത്. അതാ ആയിട്ടല്ല അത് പറ്റൂല, ജമാഅത്തല്ലാതെയും പറ്റൂല. അത് അറിഞ്ഞപ്പോ ഒരു ജമാഅത്തായി നിസ്കരിച്ചു, അതിനൊരു കുറവും വീഴ്ചയൊന്നുമില്ല, എന്നിട്ട് പിന്നെ രണ്ടാമത് അതൊന്നും മടക്കി നിസ്കരിക്കാൻ പറ്റൂല ഒറ്റക്ക്. അപ്പൊ ഇനി ഇഷ്കാലാക്കണ്ട. നമ്മള് ഉദാഹരണം ജുമാ നിസ്കരിച്ചു, 4 ആളെ ഉള്ളൂ എന്നും അല്ലെങ്കിൽ 12 ആളെ ഉള്ളൂ ഇനി, അങ്ങനെ ജുമാ നിസ്കരിച്ചു. ജുമാ നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒറ്റക്ക് ഫർദ് മടക്കി നിസ്കരിക്കാമെന്ന് നമ്മൾ പറയണ്ടല്ലോ. അതല്ലെങ്കിൽ മുവാത്തിനീങ്ങളായ ആരുമില്ല, വെറും മുഖീമങ്ങളാ, അവിടെ ജുമാ നടക്കുന്നുണ്ട്, ഹനഫി മദ്ഹബ് അനുസരിച്ചോ മറ്റോ ജുമാ നടക്കുന്നുണ്ട്. ആ ജുമായിൽ പങ്കെടുത്ത് നമ്മൾ നിസ്കരിച്ചു, പിന്നീട് ഒറ്റക്ക് വുളു മടക്കി നിസ്കരിക്കുന്നു, അത് വകുപ്പ് വേറെയാണ്. അത് ഒന്നാമത്തേതിൽ സഹീഹാണോ അല്ലേ എന്നതിൽ ഖിലാഫ് ഉള്ളത് കൊണ്ട് സൂക്ഷ്മതക്ക് വേണ്ടി എഹ്തിയാത്തിന് വേണ്ടി മടക്കി നിസ്കരിക്കുകയാണ്. അപ്പൊ ഒന്നാമത്തേതിൽ നഖ്സുണ്ട്, അതുകൊണ്ടാണ്. അതാ ഒന്നാമത്തേതിൽ നഖ്സ് ഇല്ലാതെ കാമിലായ നിലക്ക് നിസ്കരിച്ചു കഴിഞ്ഞു, അത് ഒറ്റക്കാവട്ടെ ജമാഅത്തായിട്ട്, എന്നിട്ട് മടക്കി നിസ്കരിക്കുന്നതിനാണ് ഇആദത്ത് എന്ന് പറയുന്നത് സാങ്കേതികമായി. മറ്റൊന്ന് അല്ലാ തുസാദ, ഈ ആദത്തിന് ഫി ആദത്തിയ, ഈ ഫർനസ്കാരത്തെ ഇആദത്ത് ചെയ്ത് മടക്കി നിസ്കരിക്കുന്നതിൽ അധികരിപ്പിക്കപ്പെടാൻ പാടില്ല. അല മറത്തിൻ, ഒറ്റ പ്രാവശ്യത്തെക്കാൾ കൂടെ. എന്ന് പറഞ്ഞാൽ ഒരിക്കൽ നിസ്കരിച്ച ഫർള് നിസ്കാരം ഖളാ ആവുന്നതിന് മുമ്പ് ഒരിക്കൽ മടക്കി നിസ്കരിക്കാം. ഇഷ്ടം പോലെ എത്ര വട്ടം നിസ്കരിക്കുക എന്നുള്ളത് ഒപ്പില്ല, അതാണ് മുഅ്തമദ്. എന്നാൽ ഖിലാഫൻ ലിശൈഖി ശുയൂഖിന, നമ്മുടെയൊക്കെ മശായിഖന്മാരുടെ ശൈഖായ വലിയ സൂഫി വര്യനും മഹാനായ കുത്തുബും ഷെയ്ഖും വലിയുമൊക്കെയായ സയ്യിദ് ഹസനുൽ ബക്കരി റഹ്മഹുല്ലാഹ് തങ്ങൾക്ക് ഖിലാഫുണ്ട്. അങ്ങനെ തസൗഫിന് മുൻഗണന കൊടുക്കുന്ന ചില അയിമ്മത്ത് ഈ ഒരു ഷർത്ത് അംഗീകരിച്ചിട്ടില്ല. അതായത് ഒരു പ്രാവശ്യമേ ഇആദത്ത് ചെയ്യാവൂ എന്ന തത്വം അംഗീകരിച്ചിട്ടില്ല. അവര് പറയുന്നത് മടക്കി സ്കരിക്കുന്നത് വഖത്തിലായിരിക്കണം, ഖളായ പിന്നെ മടക്കി സ്കരിക്കാൻ പാടില്ല. വഖത്തിൽ ഒരാള് 40 വട്ടം മടക്കി സ്കരിക്കാൻ സമയം കിട്ടിയെങ്കിൽ സ്കരിച്ചോട്ടെ, കുഴപ്പമില്ല എന്നാ. പക്ഷെ അത് മുഅ്തമദല്ല. ഇമാം അബുൽ ഹസൻ അൽ ബക്കരി റഹ്മഹുല്ലാഹ് തങ്ങൾ ഉൾപ്പെടെയുള്ള ഇമാമിയങ്ങൾ പറഞ്ഞത് മദ്ഹബിൽ മുഅ്തമദല്ല. മദ്ഹബിൽ മുഅ്തമദ് ഒരു പ്രാവശ്യമേ മടക്കി സ്കരിക്കാൻ പാടുള്ളൂ. അപ്പൊ ഈ കൗലൊക്കെ ഇങ്ങനത്തെ ഈ മഹാന്മാരുടെ കൗലെടുത്തിട്ടായിരിക്കാം. പണ്ട് നമ്മൾ പറഞ്ഞല്ലോ, ജമാഅത്ത് നഷ്ടപ്പെട്ട ഒരു മഹാൻ 27 പ്രാവശ്യം അത് മടക്കി നിസ്കരിച്ചു, എന്നിട്ട് അന്ന് സ്വപ്നത്ത് കണ്ടു നീ 27 പ്രാവശ്യം നിസ്കരിച്ചെങ്കിലും ഇമാമിന്റെ കൂടെ ആമീൻ പറയുന്ന ഭാഗ്യം നിനക്ക് എവിടെ നിന്ന് കിട്ടും എന്ന് ചോദിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ 1 എട്ടല്ലേ മടക്കി നിസ്കരിക്കാൻ പാടുള്ളൂ, പിന്നെ എവിടുന്ന 27 നിസ്കരിച്ചത് എന്ന് ചോദിക്കണ്ട. ഖളാ എന്നതിന് മുമ്പ് എത്ര പ്രാവശ്യവും വേണമെങ്കിലും മടക്കി നിസ്കരിക്കാം എന്ന കൗല് ചില ഇമാമിങ്ങൾക്ക് ഉണ്ട്. അത് മദ്ഹബിൽ മുഅ്തമദല്ല. ഇനി വലൗ സുല്ലിയത്തിൽ ഊല, ഒന്നാമത്തെ പ്രാവശ്യത്തെ നിസ്കാരം നിസ്കരിക്കപ്പെട്ടിരുന്നാലും ശരി. ഞാൻ അവിടെ സുല്ലിയത്തി എന്ന് പറഞ്ഞോർത്തി ആലൂരെ ഇന്നലെ ഒരു PM കണ്ടു, വളരെ താമസിച്ച. ഞാനേ ഇവിടെ ചിലപ്പോ എന്റെ ID തുറന്നിട്ടിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ഷോലായിട്ട് അങ്ങനെ ഉണ്ടാവും. ദൂരെ നിന്ന് കേൾക്കുന്നു മാത്രം, കേൾക്കാതെ എവിടെയെങ്കിലും പുറത്തിറങ്ങിയല്ല അത് ദൂരെ പോയിട്ടുണ്ടാവില്ല. വേറെ എന്തെങ്കിലും കിതാബ് മുത്താല ചെയ്യേ, അതല്ലെങ്കിൽ ചിലപ്പോമാണെങ്കിൽ പേപ്പർ വായിക്കുക, അങ്ങനെ പല ഷോലുമായിട്ട് എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാകാം. ID ഇങ്ങനെ അവിടെ ഉണ്ടാവും ചെയ്യും. അതിന്റെ ഇടക്ക് നിങ്ങൾ PM അടിച്ചാൽ ഞാൻ ജവാബ് പറയാൻ ഉണ്ടാവില്ല. ചിലപ്പോ മണിക്കൂറുകൾ കഴിഞ്ഞതിന് ശേഷം ഈ കാര്യം വരും. അപ്പൊ നിങ്ങൾ എവിടെ പോയിട്ടുണ്ടാവും. അപ്പോ എല്ലാവർക്കും പലപ്പോഴും നല്ല ചോദ്യമാണ്, മനസ്സിലായില്ലേ? ആലൂരിന് പേടി എന്താണെന്ന് അറിയോ? നേരിട്ട് ചോദിക്കാൻ പേടി, മൊയ്ത്തുക്കരയാവോ സംഗതി, മൊയ്ത്തുക്കര അതിനാ ചോദ്യം ആലൂര്. അതന്നെ ഇനിത്തഫക്കത്ത്
മഖ്ലിയത്തുൽ ഇമാമി വൽ മൗമൂമി സന്നത്തിൽ ജമാഅത്ത് പറഞ്ഞോടത്ത് ആ താവിന് എന്ത് ജറാന്നാ ചോദിച്ച്. മനസ്സിലായില്ലേ? പിന്നെ ആരൂര് ചോദിച്ചുകൊണ്ട് ഞാനിപ്പോ ഇത് പറയുന്നില്ല. മനസ്സിലായില്ലേ? സൂര്യൊക്കെ ചോദിച്ചേക്കുകയാണെങ്കിൽ ഞാൻ നല്ലോണം കളിയാക്കും. സൂര്യ വെച്ചേക്കുകയാണെങ്കിൽ ഞാൻ കളിയാക്കും. സൂര്യക്ക് ചോദിച്ചിട്ടില്ല, അതുകൊണ്ട് പ്രശ്നമില്ല. അവിടെ ജറല്ല ഉള്ളത്. മനസ്സിലായില്ലേ? ഇത്തഫക്കത്ത് എന്നോടത്ത് ഷർത്താണല്ലോ. ഇരിത്തഫക്കത്ത് എന്നത് ഷർത്താണ്. ഇത്തഫക്കാന മാലിയ ഫീലാണ്. അതിൽ ഇന്ന് ഷർത്ത. ഈ ഷർത്തിന്റെ ജുംലക്ക് ഒരു ജവാബ് വേണം. ആ ജവാബാണ് സന്നത്ത് എന്നാ. മാലിയ ഫീലാണ്. മനസ്സിലായേ? സന്ന സന്ന സന്നു, സന്നത്ത് സന്നത്ത സനന്ന, സനത്ത സനത്തുമ, അങ്ങനെയാണ് പറയും. മനസ്സിലായില്ലേ? അപ്പൊ അവിടെ സന്നത്ത് എന്നാണ് ജവാബാണ്. അപ്പോ ഈ സന്നത്ത് എന്ന് പറഞ്ഞോടത്ത് സുക്കൂനും അൽജമാഅത്ത് പറഞ്ഞ അലിഫിലാമിന്റെ സുക്കൂനും കൂടി ഒരുമിച്ച് കൂടിയപ്പോ ഇൽത്തിഖാഉ സാക്കിനൈനായല്ലോ. ഇൽത്തിഖാഉ സാക്കിനൈനായ നമ്മളെ നിയമന്താലൂര് രണ്ടാലൊന്നിനെ കളയണം എന്നാ. രണ്ടാലൊന്നിനെ കളയാൻ പറ്റാത്തോടത്ത് പിന്നെ എന്ത് വെക്കണം? രണ്ടും സുക്കൂനായിട്ട് നിർത്താനൊട്ട് പറ്റൂല. അപ്പോ തഖല്ലുസ് ചെയ്യണം എന്നാ. എന്തിനെ തൊട്ട്? ഇജ്തിമാഉ സാക്കിനൈനിയെ തൊട്ടിട്ട് തഖല്ലുസ് ചെയ്യണം. രണ്ട് സുക്കൂൻ ഒരുമിച്ച് കൂടുന്നതിൽ നിന്ന് രക്ഷപ്പെടണം എന്നർത്ഥം. അത് ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് ആരും അങ്ങനെ പറഞ്ഞാൽ തന്നെ തിരിയും. രണ്ട് സുക്കൂൻ ഒരുമിച്ച് കൂടുന്നതിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് രണ്ടാലൊന്നിന് ഹർക്കത്ത് കൊടുക്കും. ആ ഹർക്കത്ത് കൊടുക്കുമ്പോ ചിലപ്പോ ഫത്ഹായിരിക്കും കൊടുക്കുക, ചിലപ്പോ കസറായിരിക്കും കൊടുക്കുക. അതിന് പറയാം തഖല്ലുസിന്റെ അസ്ലി ഹർക്കത്ത് കസറാണ്. അതുകൊണ്ട് കസർ ഏതാണ്? അങ്ങനെ സന്നത്തിൽ ജമാഅത്തു എന്ന് പറഞ്ഞത് കസർ രണ്ട് സുക്കൂൻ ഒരുമിച്ച് കൂടുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കൊടുത്ത കസറാണ്, അല്ലാതെ ജറല്ല. അത് ഫീലിയാണ്, മാദിയായ ഫീലിന്റെ ജുംലയാണ്. ഇനിത്തിഫക്കത്ത് അതിന്റെ ഷർത്തിന്റെ ജവാബാണ്. വിളങ്ങിയോ അലുരെ? ഇപ്പൊ വിളങ്ങി. അതുപോലെ തന്നെയാണ് ഇവിടെയും. മനസ്സിലായില്ലേ? സുല്ലിയത്ത് എന്നാണുള്ളത്. വലോ സുല്ലിയത്ത് എന്നാണ്. പക്ഷേ കൂട്ടി വായിക്കുമ്പോ വലോ സുല്ലിയത്തിൽ ഊല എന്ന് പറയും. കാരണം അവിടെയും തന്നെ രണ്ട് സുക്കൂന ഒരുമിച്ച് കൂടുന്നത്. രണ്ട് സുക്കൂന അങ്ങനെ ഒരുമിച്ച് കൂടി വരാൻ പാടില്ല എന്നാണ് അറബിന്റെ നിയമം. ഒരു പക്ഷേ രണ്ടാലൊന്നിനെ കളയണം, അല്ലെങ്കിൽ രണ്ടാലൊന്നിനെ ഹർക്കത്ത് കൊടുക്കണം. അപ്പൊ ചിലയിടത്ത് പത്ത് കൊടുക്കും, ചിലയിടത്ത് കെസർ കൊടുക്കും. ഇവിടെ കെസറാണ് അസിൽ, അതുകൊണ്ട് കെസർ കൊടുക്കുക. ഒരു സുല്ലിയത്തിൽ ഊല, ഒന്നാമത്തെ നിസ്കാരം നിസ്കരിക്കപ്പെട്ടിരുന്നാലും ശരി, ജമാഅത്തായിട്ട് എന്നാലും ശരി, അതവിടെ കഴിഞ്ഞിട്ടോ. എന്താ പറഞ്ഞ വെച്ചാൽ ഒരു വട്ടേ പാടുള്ളൂ എന്ന് പറഞ്ഞതിനെ റദ്ദ് ചെയ്ത് ബഹുമാനപ്പെട്ട സയ്യിദ് ബക്കരി തങ്ങളുടെ ഖിലാഫാണ് നടന്നത്. അതിന്റെ പുറമെ വേറൊരു ഖിലാഫ് ഉണ്ട്. ഒന്നാമത്തെ നിസ്കാരം ഒറ്റക്ക് നിസ്കരിച്ചിരിക്കുകയാണെങ്കിൽ ആ രണ്ടാമത് ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ പറ്റുള്ളൂ. ആദ്യം തന്നെ ജമാഅത്തായിട്ടാണ് നിസ്കരിച്ചതെങ്കിൽ രണ്ടാമത് എന്ത് ചെയ്യാൻ പറ്റൂലെന്ന്, ആദ്യം ജമാഅത്തായിട്ട് നിസ്കരിച്ചാൽ പിന്നെ രണ്ടാമത് യാദത്ത് ചെയ്യാൻ പറ്റൂല എന്നൊരു കൗലുണ്ട്. അതും ശരിയല്ല. അത് വരുത്താൻ വേണ്ടിയിട്ടാണ് ആ പറഞ്ഞത്. അപ്പൊ തുസുന്നു യാദത്തുൽ മക്തൂബത്തി അവളോടൊക്കെ മേപ്പെട്ടാണ് പോവും. ഫർള് നിസ്കാരത്തെ മടക്കി നിസ്കരിക്കൽ സുന്നത്താക്കപ്പെടും. വലോ വാഹിദൻ, അങ്ങനെ ബന്ധം. ഒറ്റൊരാളെങ്കിലും ഉള്ള വേറൊരാളോട് കൂടെ എന്ന് പറഞ്ഞാൽ ഇയാൾ ഒറ്റക്ക് നിസ്കരിക്കാൻ പറ്റൂല. വേറൊരാൾ എന്ന് പറഞ്ഞാൽ 1000 ആളായാലും വേണ്ടിയില്ല, ഒരാളായാലും വേണ്ടിയില്ല. ആദ്യത്തെ ജമാഅത്തായാലും വേണ്ടിയില്ല, ഇല്ലെങ്കിലും വേണ്ടിയില്ല. അതന്നെ. ഇനി ആ മറ്റെന്ന് പറഞ്ഞ് വലു വാഹിദൻ എന്തിനാന്ന് വെച്ചാല് ഒന്നാമത്തെ ജമാഅത്ത് വലിയ ജമാഅത്താണ്, രണ്ടാമത്തേൽ ആകെ ഒരാളെ ഉള്ളൂ, ഒരു ഇമാമോ എന്നാലും കുഴപ്പമില്ല. അല്ലാതെ ഒന്നാമത്തെ ജമാഅത്തിനേക്കാൾ കൂടുതൽ ആളുള്ളത് കൊണ്ടിട്ട് നീ കൂടാന്നുള്ള അർത്ഥമൊന്നും ഇല്ല എന്നർത്ഥം. ഇനി അവിടെ തന്നെ ഇമാമൻ കാന ഔ മൗമൂമൻ, ഈ വ്യക്തി ആര്? ഇമാമായി നിസ്കരിക്കുന്ന വ്യക്തി ഫില്ലൂല വിസാനിയാണ്ടോ, ഒന്നാമത്തേൽ ഇമാമായാലും വേണ്ടിയില്ല, രണ്ടാമത്തേൽ ഇമാമായാലും വേണ്ടിയില്ല. ഒന്നാമത്തേൽ മൗമൂമായാലും വേണ്ടിയില്ല, രണ്ടാമത്തേൽ മൗമൂമായാലും വേണ്ടിയില്ല. ഒന്നാമത്തേൽ ഇമാമും രണ്ടാമത്തേൽ മൗമൂമും, അല്ലെങ്കിൽ ഒന്നാമത്തേതിൽ മൗമൂമും രണ്ടാമത്തേൽ ഇമാമും, ഇങ്ങനെയൊക്കെ ആവാം. വല്ല സഹിയ. ഒറ്റ നിബന്ധന, രണ്ടാമത്തെ ജമാഅത്തായിരിക്കണം. ഒന്നാമത്തെ ജമാഅത്തായാലും കുഴപ്പമില്ല, ജമാഅത്തായിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. മൂന്നാമത്തെ ഷർത്ത് ഫർള്. അപ്പൊ എന്തായിരിക്കണം? അതായിരിക്കണം ഫർള് എന്ന നിയ്യത്തോട് കൂടിയായിരിക്കണം. അതൊരു പ്രാവശ്യമേ ആകാവൂ. ഇത്രയും ഷർത്തേ ഇപ്പൊ അവിടെ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ദുഹ്ർ എന്ന ഫർള് ഞാൻ നിസ്കരിക്കുന്നു എന്ന് തന്നെയാണ് മടക്കി നിസ്കരിക്കുമ്പോഴും കരുതേണ്ടത്.
അസർ എന്ന ഫർദ് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്ന് തന്നെയാണ് കരുതേണ്ടത്. പക്ഷെ ജമാഅത്തായിട്ട് എന്ന് കരുതണം, അത് ഷർത്താണ്. കാരണം ജമാഅത്തായിട്ടേ പറ്റുള്ളൂ. അപ്പൊ ജമാഅത്തായിക്കൊണ്ട് ജുമാന്റെ നിയ്യത്ത് പോലെ ആയിരിക്കും. മനസ്സിലായില്ലേ? മറ്റുള്ള ജമാഅത്തും തമ്മിലുള്ള വ്യത്യാസത. ഇമാമായിട്ടാണ് ഇയാൾ നിസ്കരിക്കുന്ന നോട്ടിക്കൂടി ഈ ആദത്ത് ചെയ്യുന്നത്. എന്നാൽ ജുമായിൽ എന്നതുപോലെ ജമാഅത്തായി നിസ്കരിക്കുന്നു എന്ന് ഇമാമ് നിയ്യത്ത് ചെയ്യൽ ഷർത്താവും. ഈ ആദത്ത് ചെയ്ത ആൾ ഇമാമാണെങ്കിൽ. മൗമൂമാണെങ്കിലോ ഈ ആദത്ത് സഹിയാവണമെങ്കിൽ അവിടെയും ഷർത്താണ്. ജുമാ പോലെ ജുമായിൽ മാത്രമേ സമാനമുള്ളൂ. എന്താ? ജുമായിൽ ജമാഅത്ത് ഷർത്താവുകൊണ്ട് ഇമാമും ജമാഅത്തിനെ കരുതണം, മൗമൂമും ജമാഅത്തിനെ കരുതണം. എന്നതുപോലെ ഈ ആദത്തിൽ ജമാഅത്ത് ഷർത്താണ്. അതുകൊണ്ട് ഈ ആദത്ത് ചെയ്യുന്ന വ്യക്തി ഇമാമായാലും മൗമൂമായാലും എന്തിനെ കരുതണം? ഈ ആദത്തിനെ ജമാഅത്തിനെ കരുതിക്കൊള്ളണം. എന്നാൽ ഈ ളുഹ്ർ ഞാൻ നിസ്കരിക്കുന്നു, അസർ നിസ്കരിക്കുന്നു എന്ന് പോരാ. ളുഹ്ർ എന്ന ഫർള് നിസ്കാരം ഞാൻ ജമാഅത്തായി നിസ്കരിക്കുന്നു എന്ന് തന്നെ കരുതണം. സംഗതി വയും വഖാത്ത് ഈ ആദത്ത് ചെയ്യപ്പെടുന്ന നിസ്കാരം സംഭവിക്കുന്നുണ്ടെങ്കിലും നഫ്ലൻ എന്നെ സുന്നത്തിന്റെ കൂലിയെ അതിന് കിട്ടുള്ളൂ. സുന്നത്തിന്റെ കൂലി മാത്രമല്ല, സുന്നത്തിന്റെ പരിഗണനയെ രണ്ടാമത്തേന് കിട്ടുള്ളൂ. എന്നാലും കരുതേണ്ട എന്താണ്? കരുതേണ്ടത് ഫർള് തന്നെ. ഏതുപോലെ ഉദാഹരണം, ജുമാ നിസ്കരിക്കുന്ന ഒരാള് രണ്ടാം റക്അത്തിലെ ഇമാമിന്റെ റുക്കൂഅ് കഴിഞ്ഞതിന് ശേഷം വന്ന് തുടർന്നു. അയാൾ എന്താ നിസ്കരിക്കുക? ജുമായിൽ നിസ്കരിക്കേണ്ടത്? അതെ ആണോ? അല്ലല്ല. ഒരു റക്അത്തെങ്കിലും ജമാഅത്ത് കിട്ടാൻ ജുമാ കിട്ടൂലല്ലോ. ഇമാമിന്റെ രണ്ടാം റക്അത്തിലെ റുക്കൂഅ് കഴിഞ്ഞാൽ പിന്നെ എവിടെ ജുമാ? എന്നാൽ അവിടെ നിയ്യത്ത് ചെയ്യേണ്ടത് എന്താണ്? ജുമാ എന്ന ഫർദ് നിസ്കാരം ഇമാമിന്റെ കൂടെ ഞാൻ നിസ്കരിക്കുന്നു എന്ന് തന്നെയാണ് കരുതേണ്ടത്. പക്ഷേ ഇമാമ് സലാം വീട്ടിന് ശേഷം ഇയാൾ എന്ത് ചെയ്യും? എഴുന്നേറ്റ് 4 റക്അത്ത് ളുഹ്ർ നിസ്കരിക്കണം. അവിടെ ളുഹ്ർ നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിയ്യത്ത് ചെയ്താൽ സഹിയാവൂല. പക്ഷെ നിസ്കരിക്കേണ്ടത് എന്താണ്? ളുഹ്റാണ്. വളരെ പ്രശ്നം. നിയ്യത്ത് ചെയ്യേണ്ടത് ജുമാ നിസ്കരിക്കുന്നു എന്നാ. പക്ഷെ നിസ്കരിക്കുന്നത് എന്താണ്? ളുഹ്റാണ് താനും. എന്നതുപോലെയാണ് ഫർളായ ളുഹ്ർ ഞാൻ നിസ്കരിക്കുന്നു എന്ന് തന്നെയാണ് കരുതേണ്ടത്. പക്ഷെ നിസ്കരിക്കുന്നത് എന്താണ്? സുന്നത്തായ ളുഹ്റ. അപ്പൊ എന്ത് വേണം? അപ്പോൾ നിയ്യത്ത് ചെയ്യേണ്ടത് ഇആദത്തു സ്വലാത്തിൽ മഫ്റൂള. ഏത് സ്വലാത്ത് പറഞ്ഞാൽ ഏതാ? ളുഹ്റാണെങ്കിൽ ളുഹ്ർ, അസറാണെങ്കിൽ അസർ, മാരിബാണെങ്കിൽ മാരിബ്, അതുപോലെ നഷ്ടം. ഫർളാക്കപ്പെട്ട ളുഹ്ർ നിസ്കാരത്തെ ഞാൻ മടക്കി നിസ്കരിക്കുന്നു, ഫർളാക്കപ്പെട്ട അസർ നിസ്കാരത്തെ ഞാൻ മടക്കി നിസ്കരിക്കുന്നു. ഇങ്ങനെ കരുതണം. സംഗതി സുന്നത്തിന്റെ കൂലിയാ കിട്ടുക. കൂലി മാത്രമല്ല, പരിഗണനയും സുന്നത്തിന്റെ പരിഗണന കിട്ടുക. അതിന് പറയുന്ന ഫായിദ. അതായത് ഒന്നാമത്തേത് പിന്നീട് മനസ്സിലായി, ഒന്നാമത്തെ എന്തോ സംഗതി വശാൽ ബാത്തിലായിരുന്നു എന്ന്. രണ്ടാമത്തേനോട് കുഴപ്പമില്ലാണോ? എന്നാൽ ഈ രണ്ടാമത്തത് കൊണ്ട് എന്ത് കിട്ടൂല? ഫർദ് വിടൂല, വേറെ തന്നെ നിസ്കരിക്കണം. അതാ സുന്നത്തിന്റെ പരിഗണനയെ കിട്ടുള്ളൂ എന്ന് പറയാൻ കാരണം. ഫർദ് തന്നെ കരുതി എന്നാലും എന്തേ പരിഗണിക്കപ്പെടുള്ളൂ? സുന്നത്തായിട്ട് പരിഗണിക്കപ്പെടുള്ളൂ. എന്നാൽ വഖ്താറൽ ഇമാമോ, ഇമാം ഹറമൈനി തങ്ങൾ മുഖ്താറാക്കിയിരിക്കുന്നു. എന്തിനെ? അവിൽ അസറ മസലൻ. അതായത് ഫർള് എന്ന് കൂട്ടാതെ ഈ നിസ്കാരത്തിന്റെ പേര് മാത്രം പറയുക. അതായത് ളുഹ്റിനെ ഞാൻ മടക്കി നിസ്കരിക്കുന്നു, അസർ നിസ്കാരത്തെ ഞാൻ മടക്കി നിസ്കരിക്കുന്നു, മഗ്രിബ് നിസ്കാരത്തെ ഞാൻ മടക്കി നിസ്കരിക്കുന്നു. ഇങ്ങനെ പറ്റൂ. ഫർളാക്കപ്പെട്ട ളുഹ്ർ നിസ്കാരം, ഫർളാക്കപ്പെട്ട അസർ നിസ്കാരം എന്നില്ല. കാരണം സംഗതി ഫർളല്ലല്ലോ, സുന്നത്തല്ലേ എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം ഹറമൈനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ മുഖ്താറാക്കിയ അഭിപ്രായം. അതായത് വലായത്തറുദിൽ ഫർളീൻ, അതിന്റെ ബയാൻ തന്നെയാണ്. അതായത് ഫർള് എന്ന് വ്യക്തമാക്കണ്ട. ളുഹ്റിനെ ഞാൻ മടക്കി നിസ്കരിക്കുന്നു, അസറിനെ ഞാൻ മടക്കി നിസ്കരിക്കുന്നു എന്ന് കരുതിയാൽ മതി. ഫർളാക്കപ്പെട്ട ളുഹ്റിനെ ഫർളാക്കപ്പെട്ട അസറിനെ എന്ന് കരുതണ്ടാന്ന്. ഇനിയിപ്പോ ഞാനിങ്ങനെ ളുഹ്ർ അസർ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ ആരെങ്കിലും ബൈക്ക് എടുത്ത് കണ്ട അപ്പൊ മഗ്രിബ് ഇശാവും പറ്റൂലേ എന്ന് ചോദിക്കണ്ട. അത് ഉദാഹരണ 5 നിയമം തന്നെയാണ്. ഇമാം ഹർമൈനി തങ്ങൾ പറഞ്ഞ ഈ അഭിപ്രായത്തെയാണ് മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ തന്റെ റൗദയിൽ റാജിയാക്കിയത്. അതിനാണ് മുൻഗണന കൊടുത്തത്. പക്ഷേ അതല്ല മുഅ്തമദ്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ റൗദയിൽ അതിനെ തർജീഹ് ചെയ്തെങ്കിൽ പോലും ഇമാം ഹർമൈനി തങ്ങൾ പറഞ്ഞ ഫർളിന് വെളിവാകാതെ
വെറും ദുഹ്ർ അസർ മഗ്രിബ് ഇശാ സുബഹി എന്നിങ്ങനെ കരുതിയാൽ മതി എന്ന അഭിപ്രായം അല്ല മുഅ്തമദ്. ലാക്കിന്നല്ല പോലെ ഫർള് എന്ന് വ്യക്തമാക്കി തന്നെ കരുതണം എന്ന് പറഞ്ഞ ആദ്യത്തെ ഖൗലാണ് മുറജ്ജഹുൽ അക്സരീൻ, മദ്ഹബിലെ ഭൂരിപക്ഷം ഇമാമിങ്ങളുടെയും തർജീഹ് ചെയ്യപ്പെട്ട ഖൗല്. അതാണ് മുഅ്തമദ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ഫർള് എന്ന് കരുതണം എന്നവിടെ ഷർത്തായിട്ട് ഇനി പറഞ്ഞത്. എന്നാ യഥാർത്ഥത്തിൽ ഇവൻ രണ്ടാമത് മടക്കി സ്കരിക്കുന്നതിനെ പറ്റി ഫർള് എന്ന് കരുതിയെങ്കിൽ പോലും വൽ ഫർളു അൽ ഊല, ആദ്യത്തേതാണ് ഫർളായി പരിഗണിക്കപ്പെടുക. രണ്ടാമത്തെ നിസ്കരിച്ചപ്പോൾ ഫർളാക്കപ്പെട്ട ദുഹ്റിസ്കാരം എന്ന് തന്നെ കരുതിയിട്ടുണ്ടെങ്കിൽ പോലും ആദ്യം നിസ്കരിച്ചത് ഈ ഫർളായി കൂട്ടുള്ളൂ, രണ്ടാമത്തത് സുന്നത്താണ്. അതിന്റെ ഫായിദ എന്താ? അതായത് വലൗബാന, പിന്നീട് വ്യക്തമായാൽ ഫസാദുൽ ഊല, ആദ്യം നിസ്കരിച്ച നിസ്കാരം ബാത്തിലായിരുന്നു എന്തോ സംഗതി വശാൽ അത് പിന്നെ തിരിഞ്ഞ്, എന്നാൽ ലം തുജ്സിഉഹു, അവന് മതിയാവില്ല, അസ്സാനിയത്തു, രണ്ടാമത്തത് മതിയാവില്ല. കാരണം രണ്ടാമത്തത് സുന്നത്തല്ലേ, സുന്നത്ത് കൊണ്ട് ഫർള് വീടില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് രണ്ടാമത്തേന് സുന്നത്തിന്റെ പരിഗണനയെ കിട്ടൂ, സംഗതി ഫർള് എന്ന് കരുതിയിട്ടുണ്ടെങ്കിലും. ഇമാം നവവി റഹ്മത്തുള്ളാഹി തങ്ങളും ശൈഖുന ഇബ്നു ഹജർ അൽ ഹൈതമി റഹ്മത്തുള്ളാഹി തങ്ങളും മുഅ്തമദാക്കിയതനുസരിച്ച് നിസ്കരിച്ചു കഴിഞ്ഞതിന് ശേഷം ആദ്യത്തേത് ബാത്തിലായിരുന്നു എന്ന് ബോധ്യപ്പെട്ടാൽ ഈ രണ്ടാമത്തത് കൊണ്ട് ആ സ്ഥാനത്ത് പരിഗണിക്കപ്പെടുകയില്ല, അത് വേറെ തന്നെ നിസ്കരിക്കണം എന്നതാണ്. എന്നാൽ അവിടെ ഖിലാഫൻ ലിമാ ഖാലഹു ശൈഖുഹു സക്കരിയ, ശൈഖുന തങ്ങളുടെ ശൈഖാവുന്ന മഹാനായ ശൈഖ് സക്കരിയ അൽ അൻസാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങള് പറഞ്ഞതിനെതിരെ ശൈഖ് സക്കരിയ തങ്ങൾ ഒറ്റയ്ക്ക് പറഞ്ഞിക്കല്ല, തബഅൻ ലിൽ ഗസാലി വബ്നുൽ ഇമാദ്, മഹാനായ ഇമാം ഗസാലി തങ്ങൾക്കും മഹാനായ ഇബ്നുൽ ഇമാദ് തങ്ങൾക്കും റഹ്മത്തുള്ളാഹി അലൈഹിമ, അവരെയൊക്കെ പിന്തുടർന്നുകൊണ്ട് ഷെയ്ഖിന്റെ ഷെയ്ഖാവുന്ന സക്കരിയ അൽ അൻസാരി തങ്ങൾ പറഞ്ഞ് എന്താ പറഞ്ഞത്? ഐ ഇദാ നവാ ബിസ്സാനിയത്തിൽ ഫർള, രണ്ടാമത്തത് കൊണ്ട് ഫർള് എന്ന് കരുതണം എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അങ്ങനെ രണ്ടാം എന്ന ഫർളിനെ ഞാൻ മടക്കി നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്തുകൊണ്ട് നിസ്കരിച്ചു കഴിഞ്ഞതിന് ശേഷം ബോധ്യപ്പെട്ടു ഒന്നാമത്തെ നിസ്കാരം സംഗതി വശാൽ ബാത്തിലായിരുന്നു എന്ന്, രണ്ടാമത്തേത് നിസ്കരിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഒന്നാമത്തെ നിസ്കാരം ബാത്തിലായിരുന്നു എന്ന് ബോധ്യപ്പെട്ടത് എങ്കിൽ രണ്ടാമത്തെ നിസ്കാരത്തിൽ ദൂറെന്ന ഫർള് എന്ന് കരുതിയിരുന്നെങ്കിൽ ഈ രണ്ടാമത്തേത് ഫർളായി പരിഗണിക്കപ്പെടും എന്ന് ഇമാം ഗസാലി തങ്ങളും ഇബ്നുൽ ഇമാദ് തങ്ങളും പറഞ്ഞതിനെ താബിയായിട്ട് ശൈഖ് സക്കരിയ അൽ അൻസാരി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് മുഅ്തമദല്ല. മുഅ്തമദ് നേരത്തെ പറഞ്ഞതാണ്, ഒന്നാമത്തതായി ആണ് ഫർളായി പരിഗണിക്കപ്പെടുക, രണ്ടാമത്തേത് നിസ്കരിക്കുമ്പോൾ ഫർള് എന്ന് കരുതണം എങ്കിലും സുന്നത്തായേ പരിഗണിക്കപ്പെടുകയുള്ളൂ എന്ന്. ഓക്കെ, ഒരുപാട് പറയാണ്ടെങ്കിലും അത് അത്ര പറഞ്ഞ് അവിടെ ചുരുക്കി തീർത്തു. ഇനി ഇൻഷാ അല്ലാഹ് ആവശ്യമെങ്കിൽ പിന്നീട് വിശദീകരിക്കും. ഇനി ജമാഅത്തിലേക്ക് തന്നെ പോകാം. വഹിയ, തുടക്കത്തിക്ക് മേപ്പെട്ട് പോകാട്ടോ, യാദത്തിക്കല്ല പറയണേ. ജമാഅത്ത് ബിജമ്മിൻ കസീരിൻ, ധാരാളം ആളുകളോട് കൂടിയുള്ള ജമാഅത്ത്, അഫ്ളു മിൻഹാ, ആ ജമാഅത്തിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായതാണ്. എവിടെയുള്ള ജമാഅത്ത്? ഫീ ജംഇൻ ഖലീലിൻ, കുറഞ്ഞ സംഘത്തോടുകൂടി ഉള്ള നിസ്കാരം. കണ്ടോ, ഫീ ജംഇൻ ഖലീലിൻ. അപ്പൊ ബിജമ്മിൻ എന്ന് പറഞ്ഞോർത്തു അതേ അർത്ഥം തന്നെയാണ് എന്നാ വരുന്ന. ബിജമ്മിൻ കസീരാണ് ഫീ ജമ്മിൻ കസീരിൻ അഫ്ളു മിൻഹാ ഫീ ജമ്മിൻ ഖലീലിൻ. രണ്ട് ജമാഅത്തുണ്ട്. ഒരു ജമാഅത്തിൽ ധാരാളം ആളുണ്ട്, മറ്റേ ജമാഅത്തിൽ ആള് കുറവാണ്. എന്നാൽ കുറച്ചാളുള്ള ജമാഅത്തായി നിസ്കരിക്കുന്നതിനേക്കാൾ ഉത്തമമാണ് കൂടുതൽ ആളുള്ള ജമാഅത്തിൽ നിസ്കരിക്കൽ എന്ന്. എന്താ തെളിവ്? ലിൽ ഖബരി സ്വഹീഹി, സ്വഹീഹായ ഹദീസ് ഉണ്ട്. വമാ കാന അക്സറ ഫഹുവ അഹബ്ബു ഇലല്ലാഹി തആല എന്ന്. വലിയ ഹദീസാ. അതിന്റെ നമുക്ക് ഇവിടെ പത്രേ ആവശ്യമുള്ളൂ.
വമാകാന അക്സറ, എത്ര കണ്ട് ആളുകൾ അധികരിക്കുന്നോ ഫഹുവ അഹബ്ബു ഇലല്ലാഹ്, അതാണ് അല്ലാഹുവിങ്കിൽ ഏറ്റവും പ്രതിഫലം അർഹിക്കുന്നത്. അള്ളാന്റെ അടുക്കൽ ഏറ്റവും പിരിസപ്പെട്ടത് എന്നൊന്നും അർത്ഥം വെക്കണ്ട. അള്ളാഹു തആല നമ്മളെ പോലത്തെ ഒരു ആളാണെന്ന് മനസ്സിലാക്കുന്ന ചില പാവപ്പെട്ടവര് അങ്ങനെ അർത്ഥം വെക്കും. പക്ഷെ അത് ശരിയല്ല. അള്ളാഹുവിന്റെ മഹബത്ത് റിള എന്നത് കൊണ്ടൊക്കെ ലാസിമമായനെയാണ് മുറാദ്. ലാസിമമായന എന്താണ്? ഒരാളുടെ പ്രവൃത്തിയെ മഹബത്ത് വെച്ച് കഴിഞ്ഞാൽ അതിന് നല്ല പ്രതിഫലം കൊടുക്കും. ആ ലാസിമമായനെയാണ് ഇവിടെ മുറാദ്. ആളുകൾ കൂടുതലുള്ള ജമാഅത്ത്, അതാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും പ്രതിഫലം അർഹിക്കുന്നത്. അപ്പൊ ആള് കൂടുന്തോറും കൂലി കൂടുതൽ കിട്ടും. അതാണ് ജമാഅത്തിൽ ആളെണ്ണി തോനുള്ള ജമാഅത്താണ് കുറഞ്ഞ ജമാഅത്തിനെക്കാട്ടിലും ഫളീലത്ത് എന്ന് പറഞ്ഞു. പക്ഷേ ഇതെല്ലാവർക്കും ബാധകല്ല. ഇല്ലാലി നഹ്വി ബിദ്അത്തി ഇമാമിഹി, ഈ അധികരിച്ച ജമാഅത്തിന്റെ ഇമാമ് അയാൾക്ക് ബിദ്അത്ത് പോലെയുള്ള വൈകല്യങ്ങളുള്ള ആളാണെങ്കിൽ ഒഴികെ. അപ്പൊ പിന്നെ ഉദാഹരണം, ആള് ഒരു ഫാസിഖ, പോലത്ത് എന്ന് പറഞ്ഞതാ, ആളൊരു ഫാസിഖ, എന്നും താടിയിരിക്കുന്ന ഒരു കാക്കെ, ഓനാണ് ഇമാമക്കള്. അതല്ലെങ്കിൽ തുണി അല്ലെങ്കിൽ പാന്റ് അല്ലെങ്കിൽ തോപ്പ് നെരിയാണിക്ക് താഴെ വലിച്ചയച്ച് നടക്കുന്ന ഒരു കാക്കയാണ്. ഇങ്ങനെയുള്ള ഒരാളാണ് ഇമാമ്. ആള് മൗമൂമികൾ ധാരാളമുണ്ട്. ക്ലീൻ ഷേവ്, അല്ലാത്ത ഷേവും മറ്റൊന്നുമല്ല, എന്നാലും അതാണല്ലോ തോന്നി. ഇങ്ങനെ ഫാസിഖായി, അതല്ലെങ്കിൽ ആള് നല്ല മുട്ടിന്റെ അടുത്തിട്ട് തോപ്പിട്ടിട്ടുള്ളൂ, താടിയാണെങ്കിൽ അള്ളാഹു തആല ഭൂമിയിൽ മുളപ്പിച്ചതൊക്കെ പാടെ തൊടാതെ, കത്തിയും ഇരുമ്പും തൊടാതെ, ആകെ ഇങ്ങനെ വല്ല ചമ്പൽ കാട്ടുന്നിട്ട് ഇറങ്ങി വരുന്ന പോലെ കോണുണ്ട്. എന്നാലും ആള് ഉള്ളിൽ വെച്ചില്ല, ഒന്നിരിക്കൽ തബ്ലീഗാണ്, അതല്ലെങ്കിൽ മൗദൂദിയാണ്, അതല്ലെങ്കിൽ ജിന്ന്, ഇൻസ്, മലായിക്കത്ത് തുടങ്ങിയ വഹാബി വർഗങ്ങളിൽപ്പെട്ട ഏതോ ഒന്നാണ്. ഇങ്ങനെ ഏതെങ്കിലും ഒക്കെയാണ്. മുബ്തദിയാണ് അല്ലെങ്കിൽ ഫാസിഖാണ്. ആള് പാടുണ്ടാവും. പുറത്തുണ്ട് ഒരു സുന്നി, അതിൽ രണ്ടാളാണ് നിസ്കരിച്ചത്, ഒരു ഇമാമും ഒരു മൗമൂമും. എന്നാൽ ഈ ഒരു ഇമാമും മൗമൂമിന്റെ നിക്കാരാണ് ആ മുബ്തദിയായ അല്ലെങ്കിൽ ഫാസിഖായ ഇമാമിനെ തുടർന്ന് നിസ്കരിക്കുന്നതിനേക്കാൾ അഫ്ളല്. അപ്പൊ ഈ എണ്ണം തോനുള്ളതാണ് അഫ്ളല് എന്ന് പറഞ്ഞത്. ഇങ്ങനെ ബിദ്അത്ത് ഫിസ്ക് പോലെയുള്ള ഞയിപ്പെട്ടതിനെ മദ്ഹബിയായ ഖിലാഫ് പോലെയുള്ള പ്രശ്നങ്ങൾ ഇല്ലാത്തോടത്താണ് കൂടുതലുള്ള ജമാഅത്താണ് കുറച്ചുള്ള ജമാഅത്തിനെക്കാട്ടിലും അഫ്ളല് എന്ന് പറഞ്ഞത്. ഏതുപോലെ റാഫിളികൾ, അതൊക്കെ പണ്ടുള്ള അപ്പുള്ള നമുക്ക് എളുപ്പം എന്താക്കിയ വഹാബി മൗദൂദി തബ്ലീഗാദി എന്ന് പറഞ്ഞാൽ നമ്മളാളുകൾക്ക് ബേൻ തിരിയും. അല്ലാതെ റാഫിലി എന്നൊക്കെ പറഞ്ഞാൽ ഞമ്മക്ക് എന്ത് റാഫിലിയ, നമ്മളെ നാട്ടിലൊന്നും റാഫിലി അറിയുന്ന മുതലില്ല. പിന്നെ മഹദൂബങ്ങൾ എങ്ങനെ പറഞ്ഞത്? മഹദൂബ് തങ്ങളുടെ കാലത്തൊന്നും ഈ മുതല് മുളച്ചിട്ടില്ലല്ലോ ഭൂമിയില്, അതല്ലേ പ്രശ്നം. ആ സാധനം അന്ന് അള്ളാന്റെ ഭൂമിയിൽ ഈ പറഞ്ഞ ഒന്നുമില്ല. 85-ാം വർഷത്തില് നൂറ്റാണ്ട് കൊണ്ടാടിയ ടീമല്ലേ ഇപ്പോ. അപ്പൊ 100 കൊല്ലം തന്നെ ആയിട്ടില്ല എന്നല്ലേ ഓളിന്റെ മലയാളത്തിൽ വിളിച്ചു പറഞ്ഞത്. മറ്റൊരു പിന്നെ ഏതായാലും 940-കളിൽ വന്ന ടീമാണ്. അതൊക്കെ ഇപ്പൊ ഇവിടെ അടുത്തുണ്ടായതാണ്. അപ്പൊ അതൊന്നും അന്നൊന്നും ആരില്ല. മൗദൂദുകളുടെ കാലത്തൊന്നും എന്തില്ല. നമ്മളെ നാട്ടിലെ വഹാബി ഇല്ല, മൗദൂദി ഇല്ല, അതുപോലെ തന്നെ അതിലെ ഖുർആനില്ല, അതിലെ ഹദീസ് ഇല്ല, അതുപോലെ തന്നെ തബ്ലീഗ് ഇല്ല, ഒക്കെ പിന്നെ ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ അടുത്ത കാലത്ത് മുഹമ്മദ് ഇല്യാസ് ഉണ്ടാക്കിയതാണ് ഈ തബ്ലീഗ് അറിയുന്നത്. അപ്പോ അന്ന് റാഫിദി അറിയാം, അന്നിപ്പോ അതേ ഉള്ളൂ പറയാൻ. ഫാസിഖിനെ പോലെ, റാഫിലി പോലെ, ഫാസിഖ് പോലെ തുടരിൽ കറാഹത്താകുന്ന എന്തെങ്കിലും വിശേഷണങ്ങളുള്ള ഇമാമാണ്. ആ ഇമാമിന്റെ കീഴിലാണ് ആളുകൾ കൂടിയ ജമാഅത്ത് എങ്കിൽ അവിടെ ആള് കൂടി എന്നതിന് പ്രത്യേകിച്ച് ഫളൊന്നുമില്ല. അത് ഈ
റാഫിദി പറഞ്ഞാല് ഇതിൽപ്പെട്ട ഷിയാക്കളിൽപ്പെട്ട ഷിയഈ വസീദി വറാഫിദത്തു വശിയത്തു വസീദിയത്തു മുത്തഖാരിബൂൻ കേട്ടോ, ഒക്കെ ഏകദേശം തൊട്ട് അടുത്ത വിശ്വാസക്കാരാ. ഷിയാക്കളിൽപ്പെട്ട ഒരു പ്രത്യേക വിഭാഗമാണ് റാഫിദികൾ. പിന്നെ വലൂബി മുജറദി തുഹ്മത്തി, ഉറപ്പുവാണെന്നില്ല ഏത് ഇയാള് ശരിക്ക് വഹാബി തന്നെ ആണോ, അല്ലെങ്കിൽ തബ്ലീഗ് ആണോ, അതല്ല ഗ്യാസും കുറ്റി ഇസ്ലാം ആണോ എന്ന് ഉറപ്പില്ല. എന്നാലും ആ കോലങ്ങനെ കണ്ടിട്ട് അങ്ങനെ ഉണ്ടല്ലോ, വല്ല ചമ്പൽക്കാട്ടിന്ന് വന്നേക്കുണ്ട് അള്ളാ ആ മോത്ത് പൊടച്ച ഒരൊറ്റ മുടി ഇന്ന് വരെ ഇരുമ്പ് കണ്ടിട്ടില്ല. അതോടുകൂടി തോപ്പാണെങ്കിലോ മുട്ടുംകാലിന്റെ ഒപ്പം എത്തിക്കണം. അപ്പൊ തന്നെ കണ്ടപ്പോ തന്നെ തോന്നി, കണ്ടപ്പോ തന്നെ തോന്നി ഇത് ഒരു സുന്നിന്റെ കോല ഇല്ലല്ലോ ഇപ്പത്, ഇങ്ങനെ വരുവോ സുന്നിയാണെങ്കിൽ? അത്ര ഓന്റെ ആ കോലും ചെയ്തു ആ ഹയത്ത് കണ്ടിട്ട് നമുക്ക് എന്ത് തോന്നി, ഇത് സുന്നിയല്ല. എന്നാ തന്നെ ഒഴിവാക്കലാണല്ലേ, ഉറപ്പുമാണ്. അസ്സലാമു അലൈക്കും, നിങ്ങൾ സുന്നിയ? അതല്ല നിങ്ങൾ മുജാഹിദാണെങ്കിൽ ജിന്ന? അതല്ല മറ്റേ തന്തഗ്രൂപ്പാണോ? അതൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. സുന്നി ഉള്ളിൽ സുന്നി ഉണ്ടെങ്കിൽ ആർക്കും പറ്റും, മറ്റൊന്നും നമ്മൾ നോക്കണ്ട. മുജറത്ത് തുഹ്മത്ത് പറഞ്ഞാൽ കുറഞ്ഞൊരു കുവ്വത്ത് വേണമെന്നാ, വെറും ഒരു മനുഷ്യൻ അങ്ങനെ തോന്നിയോണ്ട് പോലെ. മുജറത്ത് തുഹ്മത്ത് അതാ നോ കുവ്വത്ത്. അപ്പൊ ഞാനാ പറഞ്ഞ്. അല്ലെങ്കിൽ ഗ്യാസും കുറ്റി ഇസ്ലാം ആണെങ്കിൽ തവലുണ്ട്, അത് തോളിലാട്ട് വെട്ടുകാരിയ നല്ല ചൊറുക്കിന് വെട്ടിയൊപ്പിച്ചിന്, മുടിയാണെങ്കിൽ നല്ല ചൊറുക്കിന് പാർന്നും വെച്ചിന്. അപ്പൊ നിഷ്കാരായി. തവലുണ്ടായിട്ട് തോളിലിട്ടും ചെയ്തേണ്, നല്ല ചൊറുക്കില് താടി വെട്ടി ഒപ്പിച്ച് മുടി പാർന്ന് വെച്ച് ഗ്യാസ് കുറ്റിയാണെന്നാ തോന്നുന്നത് എന്ന്. അങ്ങനെ ആകാൻ പറ്റുള്ളൂ. അല്ലാതെ അത് എത്തിയിട്ട് ചില സുന്നികളും ഉണ്ട് ഈ ഗ്യാസ് കുറ്റിക്കാരൻ മോഡല്. എപ്പോഴും അത് നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. ബിദഅത്തിന്റെ അഹ്ലുകാരുടെ ഐഡന്റിറ്റിയായി വരുന്ന ഒരു രൂപം, ആ രൂപം സുന്നികൾ കഴിയുന്നതും ഒഴിവാക്കാൻ ശ്രമിക്കുക. മനസ്സിലായി? ഗ്യാസ് കുറ്റി ഇസ്ലാമിനെ കണ്ടാൽ തീരെയുള്ള ദൂരം അസ്സലാമു അലൈക്കും ഒരു അടയാളതാ. പിന്നെ കണ്ടങ്ങനെ ഉള്ള ടവല് നിക്കരിച്ചുമ്പോ എടുത്ത് തോൾക്ക് കണ്ടു, എന്നിട്ട് ചൊറുക്കിന് മുടി വാർന്ന് വെച്ച് അല്ല വെട്ടിയൊപ്പിച്ച് അല്ല ചൊറുക്കുള്ള താടിയും മുടിയും നോക്കുപാട് കണ്ടിട്ട് നോക്കണില്ല. അതെന്തി നമ്മളിഞ്ഞ് മോശമാക്കണം എന്നല്ല, നമ്മളിനെ അങ്ങനെ വെട്ടിയൊപ്പിച്ചണ്ട. അല്ലെങ്കിൽ ഒരു താടി തെരെടുത്ത് ഒപ്പിച്ചാൽ ഇന്നാ സുന്നിയാണെന്ന് ഉറപ്പാവും. വഹാബി ഒപ്പിവെക്കൂല, മൗദൂദിന്ന് ഒപ്പിവെക്കൂല. അപ്പൊ പിന്നെ മതിയല്ലോ, ഒരു അടയാളം കൊണ്ടൊന്ന് വേർതിരിയണം. അതിനാ തുഹ്മത്ത് വരുന്ന മനുഷ്യനെ പറ്റി തുഹ്മത്ത് വരും. അതാണ് തുഹ്മത്തിന് ഇടമക്കാൻ പാടില്ല. ഇത്തഖൂ മവാദിഅ തുഹം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ അവിടക്കും ബാധകമാണ്. എന്താണ് റാഫിദി എന്ന് ഫാസിഖ് എന്ന് പറഞ്ഞാൽ? എന്താണ് ഫാസിഖ് അവിടെ ഇഷ്കാല്? ബിദ്അത്ത് നഹ്വി ബിദ്അത്ത് അല്ല, നഹ്വ് ബയാൻ ചെയ്യാണത്. ബിദ്അത്ത് എന്ന് മാത്രമല്ല പറഞ്ഞത്, നഹ്വി ബിദ്അത്ത്. ഇമാമ് ബിദ്അത്ത് ഉണ്ടാകുന്നത് പോലെ എന്ന് പറഞ്ഞത് ബിദ്അത്തിന്റെ ഉദാഹരണമാണ് റാഫിദി പറഞ്ഞത്. അത് ഷിയാക്കളിൽപ്പെട്ട ഒരു വിഭാഗമാണ്. അതുപോലെ തന്നെ ഫാസിഖ് എന്ന് പറഞ്ഞാൽ നഹ്വ് ഉണ്ടല്ലോ, ബിദ്അത്ത് മാത്രമല്ല ബിദ്അത്ത് പോലുള്ളത് എന്ന് അറിയപ്പെട്ടതാ കറാത്ത എന്ന കാര്യം. ഇങ്ങനെ ബിദ്അത്തോ ഫിസ്കോ പോലെയുള്ള ജമാഅത്ത് സംബന്ധമായ കറാഹത്ത് വരുന്ന വല്ല കാര്യങ്ങളും ഇമാമിലുണ്ടെങ്കിൽ അവിടെ ഭൂരിപക്ഷമല്ല നോക്കുക, സുന്നിയാണെങ്കിൽ കുറച്ചാണെങ്കിലും അതിലൂടുക. ഫൽ അഖല്ലു ജമാഅത്ത്, അങ്ങനെ വരുമ്പോൾ ജമാഅത്താൽ കുറഞ്ഞതാണ് അഫ്ളു എന്ന് പറയും. അതാണ് അഫ്ളല് എന്ന് പറഞ്ഞാൽ രണ്ടാളേ ഉള്ളൂ, ഒരു ഇമാമും ഒരു മൗമൂമും സുന്നിയ. അതാണ് 1000 മൗമൂമിങ്ങളും ഒരു മുബ്തദിയായ ഇമാമും, അല്ലെങ്കിൽ 1000 മൗമൂമിങ്ങളും ഒരു ഫാസിഖായ ഇമാമും. ആ ഇമാമിന്റെ കൂടെ ആ വലിയ ജമാഅത്തിൽ തുടരുന്നതിനേക്കാളും നല്ലത് സുന്നിയായ ഫാസിഖ് അല്ലാത്ത ഒരാളും ഒരു ഇമാമോ ഒരു മൗമൂമായി നിസ്കരിക്കുന്നതാണ് എന്നല്ല ബലിൽ ഇൻഫിറാദ് അഫ്ളു. കണ്ടോ, ജമാഅത്തിന് കിട്ടൂല. അവിടുത്തെ സ്വഭാവം തന്നെ എന്താ? തുടരുകയാണെങ്കിൽ ഈ ജമാഅത്ത് തുടരണം, ഇല്ലെങ്കിൽ ഒറ്റക്ക് നിസ്കരിക്കണം. എന്നാൽ അവിടെ ഒറ്റക്ക് നിസ്കരിക്കലാണ് ഈ ജമാഅത്തിൽ തുടരുന്നതിനേക്കാൾ ഉത്തമം. ഞാൻ പറയല്ല, കഥാ ഖാലഹു ശൈഖുനാ,
അങ്ങനെയാണ് ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞത്. എങ്ങനെ ഒറ്റക്കാണെങ്കിലും ഈ മുബ്തദിയോ ഫാസിഖോ ആയ ഇമാമിനെ തുടർന്ന് നിസ്കരിക്കുന്നതിനേക്കാൾ നല്ലത് ആ ജമാഅത്തിൽ തുടരാതിരിക്കലാണ്. കുറഞ്ഞ ജമാഅത്ത് എത്തിയാൽ മാത്രമല്ല, ഒറ്റക്കാണെങ്കിലും എന്താകുക, ബലിൽ ഇൻഫറാദ് അഫ്ളു പറഞ്ഞോടത്താണ് ഇത് കാലോ ശൈഖുന. ഷെയ്ഖുനെ ഒറ്റക്ക് പറഞ്ഞല്ല, തബഅൻ ലി ശൈഖിഹി സക്കരിയ, ഷെയ്ഖിന്റെ ഷെയ്ഖാവുന്ന മഹാനായ സക്കരിയ അൻസാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളും പറഞ്ഞതാണ്. ഇബ്നു ഹജർ ഹൈതമിയുടെയും അവരുടെ ഗുരുവായിരിക്കുന്ന ഷെയ്ഖ് സക്കരിയ അൻസാരി തങ്ങളുടെയും റയ്യാണ് ഇമാമ് ഫാസിഖോ മുബ്തദിയോ ആണെങ്കിൽ ആ ജമാഅത്തിൽ തുടരുന്നതിനേക്കാൾ ഒറ്റക്ക് നിസ്കരിക്കലാണ് നല്ലത് എന്ന അഭിപ്രായം. ഇവിടെ ഇമാം റംലിക്കും അദ്ദേഹത്തിന്റെ പിതാവാവുന്ന വലിയ റംലിക്കും ഈ വിഷയത്തിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. അവിടെ മുബ്തദി ആണെങ്കിൽ പോലും കാഫിറാത്ത മുബ്തദി ആണെങ്കിൽ ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ നല്ലത് അവരോട് തുടരൽ തന്നെയാണ് എന്നാണ് റംലിമാരുടെ അഭിപ്രായം. പക്ഷേ നമ്മളെ ത്വരീഖ്, ഏത് പൊന്നാനി ത്വരീഖ്, ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളുടെ അഭിപ്രായത്തിന് പരിഗണന കൊടുക്കുക എന്നുള്ള. ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളുടെ ശൈഖന്മാരിൽപ്പെട്ട ആളാണ് സക്കരിയ അൻസാരി തങ്ങളും വലിയ റംലി ഇമാമും. രണ്ടാളും ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളുടെ ശൈഖന്മാരാണ്. പക്ഷേ ഈ വിഷയത്തിൽ ഷെയ്ഖ് സക്കരിയ അൻസാരിയെയാണ് ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി പിന്തുണച്ചത്, അല്ലാതെ വലിയ ആളല്ല. നമ്മൾ എ പി സുന്നികൾ മാത്രമല്ല, അത് നമ്മളെ കേരളത്തിലെ മരബാരി മദ്ഹബ്, അതായത് മഖ്ദൂമി ത്വരീഖ് എന്ന് പറയുവേന്, ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളുടെ ത്വരീഖ് അങ്ങനെയാണ്, ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളെ പിന്തുണച്ചുകൊണ്ട്. എന്നാൽ ഈ ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളുടെ ശൈഖന്മാരാണ് വലിയ റംലി ഇമാമും അതുപോലെ തന്നെ സക്കരിയ അൻസാരി തങ്ങളും. ചിലപ്പം സക്കരിയ അൻസാരി തങ്ങളെ പിന്തുണച്ച് റംലി ഇമാമിനെ വിടും, ആര്, ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ. ചിലപ്പം ഷെയ്ഖ് സക്കരിയ അൻസാരി തങ്ങളെ വിട്ടിട്ട് വലിയ റംലി ഇമാമിനെ തുടരും. ചെറിയ റംലി ഇമാം അഥവാ നിഹായ റംലി ഇമാം ഒരു ശരീക്കന്മാരാ. ഇബ്നു ഹജറുൽ ഹൈതമിയും നിഹായന്റെ മുസന്നിഫാവുന്ന റംലി ഇമാം അത് മകനാണ്. അവർ രണ്ടാളും ശരീക്കന്മാരാണ്. രണ്ടാളും വലിയ റംലി ഇമാമിന്റെ ശിഷ്യന്മാരുമാണ്. സ്വാഭാവികമായും ശരീക്കന്മാര് തമ്മിലുള്ള ചെറിയ ഒരന്തലൊക്കെ പോലും തമ്മിൽ ഉണ്ടാവും. പക്ഷെ പേര് അറിയില്ല, അത് അവരുടെ മാന്യതയാണ്. ഖിലാഫൻ ലിമാ ഖാലഹുൽ ബഅദു എന്നാ പറയാം. ഇബ്നു ഹജറുൽ ഹൈതമി സാധാരണ ഖിലാഫൻ ലിമാ ഖാലഹുൽ ബഅദു എന്ന് എവിടെയെങ്കിലും പറഞ്ഞാൽ അപ്പം മനസ്സിലാക്കുക റംലിയാണ് അതിന്റെ എതിരാരെന്ന്. അതുപോലെ തന്നെ റംലി ഇമാം ചിലപ്പം പറയും ഖിലാഫൻ ലിമാ അഫ്താ ബിഹിൽ ബഅദു. അങ്ങനെ റംലി ഇമാം പറഞ്ഞ അപ്പം മനസ്സിലാക്കുക അത് ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളാണ്. കാരണം ഒരു കാലക്കാരാണ്, ഒന്നിച്ചു പഠിച്ചവരുമാണ്, ഒരു ഉസ്താദിന്റെ ശിഷ്യന്മാരുമാണ്. രണ്ടാളും മഹാപ്രഗത്ഭരാ. അപ്പോ അവർ തമ്മിൽ ഖിലാഫ് ഉണ്ടാവും. പക്ഷേ അവരെപ്പോഴും മാന്യത കീപ്പ് ചെയ്തുകൊണ്ട് ആളെ പേരൊന്നും പറയില്ല, ബഅദ് എന്ന് പറയും. അല്ലെങ്കിലും അത് മുൻഗാമികളുടെ ഒരു ശൈലിയാണ്. വഫാത്തായി പോയ ആളുകളാണെങ്കിൽ അവരെ പേരെടുത്ത് പറയും. ജീവിച്ചിരിക്കുന്ന ആളുകളാണ് അവർ തമ്മിലാണ് ഖിലാഫ് എങ്കിൽ പേര് പറയാതെ നിലവിൽ ജീവിച്ചിരിക്കുന്ന ആളാണെങ്കിൽ ബഅദ് എന്ന് മാത്രം പറഞ്ഞു നിർത്തുക എന്നത് അവർ മാന്യത കീപ്പ് ചെയ്യുന്നതിന്റെ ഭാഗമാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ ഷെയ്ഖ് സക്കരിയ അൻസാരിയെയാണ് ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ ഈ വിഷയത്തിൽ പിന്തുണക്കുന്നത്. അപ്പം റംലി തരീഖ് അവിടെ മുബ്തദി ആണെങ്കിൽ മറ്റൊരു ഭാഗത്ത് ഒറ്റക്ക് നിസ്കരിക്കേണ്ടി വരും. ജമാഅത്ത് രണ്ടാളുള്ളൂ, മറ്റേ 10,000 ആളുണ്ടെങ്കിൽ ഈ രണ്ടാൾ തന്നെയാണ്, അതിലാർക്കും നടക്കില്ല. അതേ സമയത്ത് ജമാഅത്ത് കിട്ടണമെങ്കിൽ ഈ ഫാസിഖിനോടോ മുബ്തദിനോടോ തുടർന്നെങ്കിലേ ജമാഅത്ത് കിട്ടുള്ളൂ, ഇല്ലെങ്കിൽ ഒറ്റക്ക് നിസ്കരിക്കേണ്ടി വരും. എന്നാൽ അവിടെ റംലിമാരുടെ തരീഖ് ആ ജമാഅത്തിൽ കൂടൽ തന്നെയാണ് നല്ലത്. അപ്പൊ ജമാഅത്തിന് കൂലിയും കിട്ടുന്ന അവര് പറയുന്നത്. എന്താ അതിന്റെ ന്യായം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റൂല, ഉസൂൽ അനുസരിച്ച് അംഗീകരിക്കാൻ പറ്റൂലേ. മനസ്സിലായില്ലേ? ജമാഅത്ത് സംബന്ധമായി വരുന്ന കറാഹത്ത് വന്നാൽ ജമാഅത്തിന് കൂലി കിട്ടൂല എന്നാ ഷാഫി മദ്ഹബിന്റെ ഉസൂല്. പക്ഷേ അവിടെ റംലിമാര് പറയുന്നത് സംഗതി മുബ്തദിനോട് തുടരൽ നല്ലതല്ല, പക്ഷേ വേറെ മാർഗമില്ല, വേറെ ജമാഅത്ത് കിട്ടൂലെങ്കിൽ തുടരാം. അങ്ങനെ തുടർന്നാൽ തുടരുന്ന തന്നെ നല്ലത് മാത്രമല്ല ഫളീലത്ത് കിട്ടുകയും ചെയ്യും എന്ന് വരെ റംലിമാര് പറഞ്ഞിട്ടുണ്ട്. വക്കഥ ഇങ്ങനെ പറയണാണ്. ഇന്നലെ മിഞ്ഞാന്ന് 2 വട്ടം ചോദിച്ചൊരു നമ്മുടെ ഒരു സുഹൃത്ത് മറുപടി പറയാതെ മാറ്റിവെച്ചു. കാരണം ഇവിടെ തന്നെ വരുന്നുണ്ട്, പിന്നെ നമ്മളതിനെ ഇടങ്ങാറാണ്ടല്ലോ എന്ന് നിൽക്കാം. അതാ വക്കഥ
ഈ മുബ്തദി ഫാസിഖ് പോലത്തവരാണെങ്കിൽ അവര് അധികരിച്ച ജമാഅത്താണെങ്കിലും അതിനേക്കാളും നല്ലത് ഫാസിഖ് മുബ്തദിയോ അല്ലാത്ത കുറഞ്ഞ ജമാഅത്താണെന്ന് പറഞ്ഞല്ലോ. എന്നതുപോലെ തന്നെയാണ് ലൗകാന ഈ അധികരിച്ച ജമാഅത്തിന്റെ ഇമാമാണെങ്കിൽ എന്താണെങ്കിൽ ആയത്തഖിദു ആ ഇമാമ് വിശ്വസിക്കുന്നില്ലെങ്കിൽ വുജൂബ ബാദിൽ അർക്കാനി നിസ്കാരത്തിന്റെ ഫർളുകളിൽപ്പെട്ട ചില ഫർളുകൾ ഫർളാണെന്ന് വിശ്വസിക്കുന്നില്ല, അവിശ്വറൂത്തി അല്ലെങ്കിൽ നിസ്കാരത്തിന്റെ ഷർത്തുകളിൽപ്പെട്ട ചില ഷർത്താണെന്ന് വിശ്വസിക്കുന്നില്ല. സംഗതി വൈന്നത്താബി ആ ഫർളിനെ അല്ലെങ്കിൽ ആ ഷർത്തിനെ അവൻ കൊണ്ടുവന്നെങ്കിൽ പോലും അയാളത് വിശ്വസിക്കുന്നില്ലെങ്കിൽ അങ്ങനെയുള്ള ഇമാമും അധികരിച്ച ജമാഅത്തിന്റെ ഇമാമ് അയാളാണെങ്കിൽ കുറഞ്ഞ ജമാഅത്ത് ആണവിടെ അഫ്ളല് എന്ന് പറഞ്ഞാൽ ഹനഫി മദ്ഹബുകാരനാണ് ഇമാം എന്നിരിക്കട്ടെ, മഅ്മൂമാണെങ്കിൽ ഷാഫി മദ്ഹബുകാരനും ആണ്. എന്നാൽ ഈ ഹനഫി മദ്ഹബ് അനുസരിച്ച് നടക്കുന്ന ജമാഅത്തിൽ ആയിരക്കണക്കിന് ആളുകളുണ്ട്. ഇവിടെ ഇമാമും മഅ്മൂമും ഷാഫി ആയിട്ട് 4 ആൾ അല്ലെങ്കിൽ 2 ആളാണ്. എന്നാൽ അവിടെ ഈ 2 ആളോട് തുടർന്ന് നിസ്കരിക്കലാണ് ഈ 1000 ആളുള്ള വലിയ ജമാഅത്തിനെക്കാട്ടിലും നല്ലത്. കാരണം എന്താ? ഹനഫി മദ്ഹബുകാര് 9 ഫർളേ ഉള്ളൂ നിസ്കാരത്തിന് എന്ന് പറയുന്ന കൂട്ടരാണ്. നമ്മളോ 14 ഫർള്. അപ്പൊ 5 ഫർള് കുറഞ്ഞില്ലേ? ഒരു കൊണ്ടുവരും ചിലപ്പോ ഈ 5 ഫർളും കൊണ്ടുവരും. പക്ഷെ കൊണ്ടുവരുന്ന എങ്ങനെ? മഅ്മൂമിങ്ങളുടെ കൂട്ടത്തിൽ ഷാഫികൾ ഉണ്ടാവും. അവരുടെ നിസ്കാരം ഞാൻ സഹിയാവൂലല്ലോ എന്നുള്ള നിരക്ക് ഖിലാഫിനെ മുറാഅത്ത് ചെയ്ത് സുന്നത്തായ നിരക്കാണ് അവർ കൊണ്ടുവരിക. അപ്പൊ അവർ കൊണ്ടുവന്നാൽ തന്നെ സുന്നത്താണെന്നുള്ള വിശ്വാസപ്രകാരമാണ്. അവിടെ ചെറിയ ജമാഅത്ത് മദ്ഹബ് ഒത്ത ആളുകൾ ഉണ്ടെങ്കിൽ മദ്ഹബ് വ്യത്യാസപ്പെട്ട വലിയ ജമാഅത്തിൽ തുടരുന്നതിനേക്കാൾ ഈ ചെറിയ ജമാഅത്താണ് നല്ലത്. മനസ്സിലായോ? ശരിക്കും മുടിനാരിഴ കീറി നോക്കിയാൽ മദ്ഹബ് വ്യത്യാസപ്പെട്ടവനെ തുടർന്നാൽ നിസ്കാരം തന്നെ സഹീഹല്ല എന്ന് വരും. മനസ്സിലായില്ലേ? നിസ്കാരം തന്നെ സഹിയല്ല എന്ന് വരേണ്ടതാണ് അങ്ങനത്തെ തുടർച്ച കൊണ്ട്. പക്ഷെ അങ്ങനെ വന്നാൽ പലപ്പോഴും ജമാഅത്ത് തന്നെ മുടങ്ങിപ്പോകും എന്നത് കൊണ്ട് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ മദ്ഹബുകളൊക്കെ സഹീഹാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നത് കൊണ്ടും മുസാമഹത്ത് ചെയ്തതാണ്. തുടരാം, ഹനഫിക്കാരനോട് തുടരാം, മാലിക്കിക്കാരനോട് തുടരാം, ഹംബലിക്കാരനോട് തുടരാം. പക്ഷേ ഈ ഷാഫിക്കാരനാകുന്ന മഅ്മൂമിന്റെ വിശ്വാസപ്രകാരം നിസ്കാരം ബാത്തിലാവുന്ന ഒരു കാര്യം ഇമാമ് ചെയ്തു എന്ന് ഉറപ്പാകാത്തോടത്തോളം പറ്റും. ഉറപ്പായാൽ തുടരാൻ പാടില്ല, അപ്പ വിട്ടുപിരിയണം. എന്തുകൊണ്ട്? അയാൾ കൊണ്ടുവന്നാലും ഈ ചില ഫർളുകൾ ഫർളാണെന്ന് വിശ്വസിക്കാത്ത, ചില ഷർത്തുകൾ ഷർത്താണെന്ന് വിശ്വസിക്കാത്ത ആ ഇമാമ് യഥാർത്ഥത്തിൽ അത് കൊണ്ടുവന്നാൽ പോലും അയാളോട് തുടരലല്ല നല്ലത്. മദ്ഹബിൽ ഒക്കുന്ന ചെറിയ ജമാഅത്തുണ്ടെങ്കിൽ അതിൽ തുടരാനാണ് നല്ലത് എന്ന് പറയാൻ കാരണം എന്താ? അന്നഹു, കാരണം ഈ ഇമാമ് യഖ്സദു ബിഹാ, ഈ പറയുന്ന ബഅ്ദുൽ അർക്കാൻ അല്ലെങ്കിൽ ബഅ്ദുൽ ശുറൂത്ത് കൊണ്ട് അയാൾ ഉദ്ദേശിക്കുക അന്നഫലിയത എന്നല്ല ഖുറൂജ മിൻ ഖിലാഫി വൻ ഔജബഹു എന്ന് നമ്മൾ പറയണ അതാണ്. 14 ഫർളും ഇമാമ് കൊണ്ടുവന്നു ഹനഫി. ഓൻ കൊണ്ടുവരുന്ന 5 എങ്ങനെ കൊണ്ടുവരുന്നത്? ഷാഫി ഇമാമ് 14 ഫർളുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ ഖിലാഫ് മുറാഅത്ത് ചെയ്തുകൊണ്ട് കൊണ്ടുവരൽ സുന്നത്താണ് എന്നുള്ള നിലക്കാണ്. അപ്പോൾ ചെയ്തെങ്കിൽ തന്നെ സുന്നത്തായിട്ടാ ചെയ്യുന്നത്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ബിസ്മി ഓതില്ല. ഹനഫി മദ്ഹബ് അനുസരിച്ച് ബിസ്മി ഓതൽ വുജൂബില്ല. അദ്ദേഹം ഓതി ബിസ്മി, പക്ഷെ എന്തടിക്കാനില്ല ഓതുക? സുന്നത്താന്നുള്ള നിലക്ക് ഓതുക. നമ്മളൊരു കായികണ്ടല്ലോ, ഓ മൂത്തിനും നിന്ദന ഉണ്ടോ? നമ്മളെ മദ്ഹബ് അനുസരിച്ച് ഒരു ഫർളിനെ സുന്നത്താണെന്ന് വിശ്വസിച്ചാൽ നിസ്കാരം തന്നെ ബാത്തിലായി പോവും. അപ്പൊ യഥാർത്ഥത്തിൽ 14 ഫർളുണ്ടെന്ന് വിശ്വസിക്കുന്ന ഷാഫി മദ്ഹബുകാരൻ 9 ഫർളേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഹനഫി മദ്ഹബുകാരനോട് തുടർന്നാൽ അയാൾ 14 ഫർളും കൊണ്ടുവന്നെങ്കിൽ പോലും 5 ഫർളുകളെ സംബന്ധിച്ച് അദ്ദേഹം സുന്നത്ത് എന്നാണ് വിശ്വസിക്കുന്നത്. നമ്മളെ നിയമപ്രകാരം ഒരു ഫർളിനെ സുന്നത്താണെന്ന് വിശ്വസിച്ചാൽ നിസ്കാരം തന്നെ സഹിയല്ലല്ലോ. അപ്പൊ പിന്നെന്താ പറയേണ്ടത്? തുടർച്ചനെ സഹിയാവില്ലെന്നല്ലേ? അത് പറയുന്നില്ല. എന്താ? അല്ലെങ്കിൽ പല ജമാഅത്തുകളും പാടെ മുടങ്ങിപ്പോകും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് സഹീഹാണ് എന്ന് നമ്മൾ ഫത്വ ചെയ്യും. പിന്നെ കൊണ്ടുവരുന്നുണ്ടല്ലോ, വായറിൽ കൊണ്ടുവരുന്നുണ്ടല്ലോ, പോയിട്ട് ഉള്ളെന്താ നോക്കേണ്ട ആവശ്യം നമുക്കില്ല. ഉള്ളിൽ അയാൾ സുന്നത്ത് നിന്നാണോ വിശ്വസിച്ചത് ഫർള് എന്നാണോ വിശ്വസിച്ചത് അന്ന് മാതി പോട്ടിക്കേണ്ട അയാൾ ചെയ്തണല്ലോ.
എന്ന് വെക്കുകയാണ്. അതാണ് ഒരു ജാതി മുസാമഹത്താണ്, മതബ് വ്യത്യാസപ്പെട്ട. അപ്പൊ ഈ മുസാമഹത്തുള്ളത് കൊണ്ട് ഇങ്ങനെയുള്ള ജമാഅത്തിൽ തുടരുന്നതിനേക്കാൾ നല്ലത് ചെറിയ ജമാഅത്തെങ്കിലും ആണ് മറ്റൊരു ജമാഅത്ത്, ഷർത്തൊത്ത ജമാഅത്ത്, ആ ജമാഅത്തിൽ തുടരലാണ്. ഔ കൗനിൽ ഖലീലി ബി മസ്ജിദിൻ മുതയഖിനിൻ ഹില്ലു അർളിഹി, ഒരു ഭൂമിയിൽ ഹലാലാണ്, ഈ പള്ളി എടുത്ത സ്ഥലം ഹലാലാണെന്ന് ഉറപ്പുള്ള പള്ളിയിൽ കുറച്ചാളുള്ളൂ, മറ്റേ പള്ളിയിൽ ധാരാളം ആളുണ്ട്, എന്നാൽ സ്ഥലം ഹലാലാണെന്ന് ഉറപ്പുള്ള പള്ളിയിൽ വെച്ചുള്ള ചെറിയ ജമാഅത്തിൽ പങ്കെടുക്കലാണ് അങ്ങനെ ഉറപ്പില്ലാത്ത വലിയ പള്ളിയിൽ പങ്കെടുക്കുന്നതിനേക്കാളും നല്ലത്. അങ്ങനെ പണ്ടുള്ള ആൾക്കാർ നല്ല ഇഖ്ലാസും വറഉം നോക്കുന്നവരാ, അങ്ങനെ അവര് നല്ല എല്ലാ സിഫത്തും ഒപ്പിച്ച് ഹലാലാണെന്ന് ഉറപ്പാക്കി എടുത്ത പള്ളിയാണ്. ഇപ്പത്തതോ ഇപ്പൊ അതൊന്നുമില്ല. ലോട്ടറി ഇട്ടി 1.5 കോടി സൂപ്പർ ബമ്പർ കിട്ടിയതാ. അപ്പൊ ഓൻ എന്താക്കി 50 ലക്ഷം പള്ളി എടുക്കാൻ കൊടുത്തു. നമ്മക്കിപ്പോ നോക്കേണ്ട ആവശ്യമില്ല, നമ്മൾ പോകും സംഭാവന എന്നതല്ലേ, ഓന്റെ പേര് അബൂക്കരാജി എന്നല്ലേ, ആയിക്കോട്ടെ അബൂക്കരാജി 50 ലക്ഷം. അപ്പൊ പുറത്തുണ്ട് ഒരു അബ്കാരി കോണ്ടക്ടർ, ആരാ, യൂസുഫ് ഹാജിയ. അപ്പൊ മറ്റേ ആൾ 50 പറഞ്ഞപ്പോ 50 തന്നോട്ടെ വെച്ചോട്ടെ അറിഞ്ഞു. അങ്ങനെ 50 ലക്ഷം അബ്കാരി കോണ്ടക്ടറിനും 50 ലക്ഷം ലോട്ടറിയിൽ സൂപ്പർ ബമ്പർ കിട്ടിയുണ്ട്, രണ്ടും കൂടി 1 കോടി കൂട്ടിയിട്ട് അടിപൊളി ഒരു പള്ളി കണ്ടെടുത്തു. ഇങ്ങനെ പുറത്ത് പോലിയാര് ഭയന്ന് പറഞ്ഞ് എന്താക്കിയതാണ്, ചിറ്റ് മുറിച്ചിട്ടും മോതിരം മൂരിയിട്ടും ലൈലം വിളിച്ചിട്ടും ഒക്കെ പാടെ ഒപ്പിച്ചിട്ട് ചെറിയൊരു പള്ളിപ്പുറത്തുണ്ട്. ഇത് നല്ല ശുദ്ധ ഹലാലെന്നാ ഈ പള്ളിയിൽ കുറച്ച് ആളുകൾ ഉണ്ടാവുള്ളൂ, ആ പള്ളിക്ക് നിൽക്കിച്ചാൽ മതി. കാരണം മറ്റേതൊക്കെ പാടെ ഒരു കണക്കസമാവാത്യ, നിക്കാരം പാത്തിലൊന്നും അല്ലെങ്കിൽ പോലും അതിന് ഒരു ഫളീലത്ത് കുറയും. അതല്ലെങ്കിൽ മാലുമാനിയാണ്. സ്ഥലം എന്താ അക്രമിയായ ഭരണാധികാരി പിടിച്ചെടുത്തോളാം, സ്ഥലം 10 സെന്റ് വളച്ചു കെട്ടിയതാ ജമ്മിന്റെ, അയാൾക്ക് പൊരുത്തുണ്ടോന്ന് നമുക്കറിയില്ല. അതല്ലെങ്കിൽ എടുത്ത പൈസ ഇങ്ങനത്തതാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കുറഞ്ഞ ആളുള്ള ഹലാലാണെന്ന് ഉറപ്പുള്ള സ്ഥലം, അല്ലെങ്കിൽ ഹലാലായ പൈസയാണെന്ന് ഉറപ്പുള്ള മനുഷ്യരോട് എടുത്ത പള്ളി, അതിൽ നിസ്കരിക്കാനാണ് ആള് കുറഞ്ഞാലും. അങ്ങനെ പോയഞ്ഞു കുറെ പോവും. ഇങ്ങനൊരു മത്തിലേക്ക് ഞെത്തൂലാലൂരെ അവിടെ പോന്ന ഒത്തുതുറക്കുലമായത്ത് വരെ പോരൂല. അപ്പൊ ഞാൻ അവിടെ നിന്നോട്ടെ. എന്തെങ്കിലുമൊക്കെ ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചു നേരം ചോദിക്കേ, അല്ലെങ്കിൽ മറ്റേ ഇത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിക്ക് പോവുകയൊക്കെ ചെയ്യാം.